ഞാൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാനീയം എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആണിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക് മിൽക്ക് കെഫീർ. വീഡിയോയിൽ മിൽക്ക് കെഫീർ എന്താണെന്നും അതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അറിയാവുന്നതുപോലെ 80% ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ കുടലിനകത്താണുള്ളത്. ഗട്ട് മൈക്രോബയോമും പ്രതിരോധശേഷിയും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലർജി മുതൽ ആമവാദം വരെയുള്ള രോഗങ്ങൾ കുടലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല, ഹിപ്പോക്രാറ്റസ് നേരത്തെ ഇത് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. ഓൾ ഡിസീസ് ആർ ബിഗിൻസ് ഇൻ ദ ഗട്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും കാരണമാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ആശ്രയിച്ചാണ് ഇവയുടെ വളർച്ചയും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രോബയോട്ടിക്കിനെ കുറിച്ചാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ള ലൈവ് മൈക്രോ ഓർഗാനിസം. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്ക് വേണ്ട ഭക്ഷണങ്ങളാണ്. ഈ നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെയും ഫിസിക്കൽ ഹെൽത്തിന്റെയും ഉത്തരവാദികൾ. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ തൈരും പഴയങ്ങഞ്ഞിയും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇവയേക്കാൾ ഗുണമുള്ള സൂപ്പർ പ്രോബയോട്ടിക് ആണ് കെഫീർ. കെഫീറും തൈരും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. തൈരിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗുഡ് ബാക്ടീരിയ 2 സ്ട്രെയിൻസ് ആണുള്ളത്. എന്നാൽ കെഫീറിനകത്ത് അത് 60 സ്ട്രെയിൻസ് ആണ്. അതുപോലെ തന്നെ തൈരിൽ 3.6 മില്യൺ CFU ആണുള്ളത്, അതായത് ബാക്ടീരിയൽ കോളനി. എന്നാൽ കെഫീറിനകത്ത് 27 ബില്യൺ CFU ആണുള്ളത്. കെഫീറിന്റെ മറ്റൊരു ഗുണമാണ് ഇതിൻ്റെ അകത്ത് ലാക്ടോസ് ഇല്ലാത്തത്, അതായത് ഒരു മിൽക്ക് ഷുഗറാണ് ലാക്ടോസ്. ഇത് ഈ ബാക്ടീരിയ ഇതിൻ്റെ അകത്ത് വളർന്ന് അത് അതിനെ ഭക്ഷണമാക്കുന്നത് കൊണ്ട് ഇത് ലാക്ടോസ് ഫ്രീ ആണ്. തന്മൂലം ഇത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാം. തന്നെയുമല്ല ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആകുകയും ചെയ്യും. തൈരിൽ സാധാരണയായി പാസ്ചറൈസ് ചെയ്യുന്നത് കാരണം കുറച്ച് ബാക്ടീരിയകൾ മാത്രമേ കാണപ്പെടാറുള്ളൂ. എന്നാൽ കെഫീറിൽ ധാരാളം ബാക്ടീരിയകളും അതുപോലെ ഈസ്റ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിലെ മൈക്രോബയോട്ടയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. പാലൊരു സമീകൃത ആഹാരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻസ്, ട്രേസ് എലമെന്റ്സ് ആയ ഫോസ്ഫറസ്, മഗ്നീഷ്യം എല്ലാം ഇവയുണ്ട്. ഇത് എല്ലുകളെ ശക്തിപ്പെടുത്താനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും തലച്ചോറിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പ്രോബയോട്ടിക്കുകളുടെ കലവറയായ കെഫീറിന്റെ പ്രധാന ഗുണം എന്ന് വെച്ചാൽ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് കൂട്ടുന്നത് കൊണ്ട് ദഹനം എളുപ്പമാക്കുകയും അതുപോലെ കോൺസ്റ്റിപ്പേഷനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ട്രബിളിനും ബ്ലോട്ടിങ്ങിനും പ്രധാന കാരണമായ എച്ച് പൈലോറിക് ബാക്ടീരിയക്കെതിരായി പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താനും വളരെ നല്ലതാണിത്. അതുപോലെ മെനോപോസിന്റെ സിംറ്റംസ് ആയ ഹോട്ട് ഫ്ലഷ്, മൂഡ് സ്വിങ്സ്, ഉറക്കമില്ലായ്മ ഇതിന് ഉത്തമ പരിഹാരമാണ് ഈ കെഫീർ. അതുപോലെ ഇത് ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ഫുഡാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കും. ഇനി നമുക്ക് ഈ സൂപ്പർ ഫുഡിനെ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ഇതിൻ്റെ കൾച്ചർ സ്റ്റാർട്ടർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ആമസോണിൽ അതൊരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ വേണ്ട ഇൻസ്ട്രക്ഷനും അതിൻ്റെ അകത്തുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്ന കെഫീർ ഗ്രെയിൻസ് ആണ് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് ലൈവ് ബാക്ടീരിയകളുടെ ഒരു കോളനിയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മറ്റൊരു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല കട്ടിയുള്ള കൊഴുത്ത തൈര് പോലത്തെ കെഫീർ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഫുൾ ക്രീമുള്ള റോ മിൽക്ക് എടുക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ആനിമൽസ് മിൽക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിന്റെ അരിപ്പയാണ്. അതുപോലെ ഒരു സ്പൂണും വേണം. ഒരു ഗ്ലാസ് കണ്ടെയ്നർ, ഇതിനെ കവർ ചെയ്യാനായിട്ട് ഒരു ക്ലീൻ ടവല്, അതുപോലെ അതിനെ കെട്ടാനായിട്ട് ഒരു ചരട് അല്ലെങ്കിൽ റബ്ബർ. ഇതിന്റെ ഫെർമെന്റേഷൻ ടൈം ഏകദേശം കാലാവസ്ഥ അനുസരിച്ച് 24 മുതൽ 34 മണിക്കൂർ വരെ എടുക്കും. അപ്പം നമുക്ക് ഇതിന്റെ ആദ്യത്തെ ദിവസത്തെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിപ്പം എൻ്റെ ഫ്രണ്ട് തന്നേക്കുന്ന വെള്ളത്തിലിട്ടായിരുന്ന കെഫീർ തന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അരിച്ചെടുത്തു. വെയിറ്റ് ഏകദേശം 80 ഗ്രാം ഉണ്ട്. ഇതിനുവേണ്ടി ഞാൻ ഏകദേശം 700 ml റോ മിൽക്ക് റൂം ടെമ്പറേച്ചറിലാണ് എടുത്തേക്കുന്നത്. അരിച്ചെടുത്ത കെഫീർ ഗ്രെയിൻസിനെ നമ്മളിപ്പോൾ ഒരു ക്ലീൻ ജാറിനകത്തോട്ടിട്ട് വെച്ചേക്കുകയാണ്. ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മുടെ നാട്ടിൽ മോര് ഉറഴിക്കുന്ന അതേ പ്രൊസീജിയർ. മോരിൻ്റെ ഉറയ്ക്ക് പോരെ ഇവിടെ നമ്മൾ കെഫീറിൻ്റെ ഗ്രെയിൻസ് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് തടിയുടെയോ സ്റ്റീലിൻ്റെയോ പാത്രങ്ങൾ ഉപയോഗിക്കരുത്. ഞാനിത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മഗ് പോലത്തെ ജാർ എടുത്തേക്കുന്നത്. ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു ക്ലീൻ ആയിട്ടുള്ള ടവൽ കൊണ്ടോ അതിൻ്റെ ഓപ്പണിങ് നന്നായി കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇരുട്ടുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്യുക. ഇതോടുകൂടി ആദ്യത്തെ ദിവസത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇതേ പിറ്റേ ദിവസം 24 hours ശേഷം ഇതാ നമ്മുടെ കെഫീർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല പുളിച്ച് നല്ല റെഡി ആയിട്ടിരിക്കുന്നു. വീണ്ടും നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന്
ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കൃത്യം 24 hours നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. 5-6 മണിക്കൂർ മുമ്പോട്ട് പോയത് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. ഇവിടെ നമ്മുടെ കെഫീർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പ എടുത്ത് ഒരു ബൗളിനകത്തോട്ട് നമുക്കിതിനെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു പ്രക്രിയ മാത്രമാണ് തൈര് ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് സാധാരണയായിട്ട് കുറച്ച് ഗ്രെയിൻസും കുറച്ച് ലൈറ്റ് യെല്ലോ കളറിൽ സീറവും പിന്നെ കുറച്ച് വാട്ടറും ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഒരു സ്പൂണിൻ്റെ സഹായത്തോടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ അരിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതിനെ മൊത്തം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. കെഫീർ ഗ്രെയിൻസ് അരിപ്പയ്ക്കകത്തും അടിയിലത്തെ ബൗളിലുള്ളതാണ് നമുക്ക് കുടിക്കാനുള്ള കെഫീർ. ഇനി നമ്മൾ അരിച്ചെടുത്ത കെഫീർ ഗ്രെയിൻസിന് അടുത്ത ദിവസത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതുമായിട്ടുള്ള ജാറിനകത്തോട്ട് വീണ്ടും ഇടുകയാണ്. വീണ്ടും നമ്മുടെ സെയിം പ്രൊസീജിയർ. പാലൊഴിക്കുന്നു. ഇപ്രാവശ്യം ഞാൻ 2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഇച്ചിരി കുറച്ച് നോക്കി, കാരണം ഇത് മുഴുവൻ കുടിച്ച് തീർക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ട് വീണ്ടും കവർ ചെയ്ത് റബ്ബറൊക്കെ ഇട്ട് സൂര്യപ്രകാശം ഏക്കാത്ത സ്ഥലത്തേക്ക് 24 hours ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഈ പ്രൊസീജിയർ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കെഫീർ ഗ്രെയിൻസ് ഒരു 70% ഒക്കെ വളർന്നിട്ടുണ്ടാകും. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കാനായിട്ടും പറ്റും. ഓൺലൈനിൽ വാങ്ങിക്കുന്ന കെഫീർ ഗ്രെയിൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ ഉപയോഗിച്ച രീതിയിലുള്ള കെഫീർ ഗ്രെയിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ലൈഫ് ലോങ് ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒന്നും കാണുന്നില്ലെങ്കിൽ അതിനെ കളയുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതായത് ജാറും അരിപ്പയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലാംശരഹിതമായിരിക്കണം. അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ബാക്ടീരിയയും കെഫീരിലുള്ള ബാക്ടീരിയയും പ്രതിപ്രവർത്തനം ഉണ്ടായി നശിച്ചു പോകാനിടയുണ്ട്. അങ്ങനെ സൂപ്പർ പ്രോബയോട്ടിക്കായ ഈ ലൈവ് മൈക്രോ ഓർഗാനിസങ്ങളെ എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. പുളിച്ച തൈരിനോട് വളരെയധികം സാദൃശ്യമുള്ള ഈ കെഫീർ ഒന്നെങ്കിൽ നമുക്ക് ഹണി ചേർത്തോ അല്ലെങ്കിൽ ജാമുമായിട്ട് മിക്സ് ചെയ്തോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് ചിയാ സീഡിൻ്റെ സ്മൂത്തി. അതിൻ്റെ അകത്ത് ഈ കെഫീരുമായിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ചിയാ സീഡ് ഒന്നാം തന്നെ ഒരു പ്രീബയോട്ടിക്കാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അല്ലാതെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അതിനെ സ്മൂത്തി ആക്കിയതിന് ശേഷം കെഫീറുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് വർക്ക് പ്ലേസിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ ഇത് 3-4 ദിവസത്തേക്ക് കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി മധുരവും പഴങ്ങളുടെ സ്വാദൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് തൈര് സംഭാരം പോലെ ഇതിനെ നമുക്കൊരു കെഫീർ സംഭാരം ആക്കിയെടുക്കാൻ പറ്റും. അതായത് ഉപ്പ്, ഇഞ്ചി, മുളക്, കറിവേപ്പില, കുറച്ച് വെള്ളം എന്നിവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സംഭാര രൂപത്തിൽ കഴിക്കാനും വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ രാവിലെ പഴയങ്കഞ്ഞി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പഴയങ്കഞ്ഞിയിൽ തൈരിന് പകരം ഈ കെഫീർ ചേർത്ത് കഴിക്കുവാണെങ്കിൽ ഇത്രയും നല്ലൊരു പ്രോബയോട്ടിക് ഫുഡ് ലോകത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഗുണഗണങ്ങൾ വളരെ ചുരുക്കത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ഇത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് പല ഭാഷകളിൽ നോക്കി അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുത്ത് മനസ്സിലാക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അതിനുശേഷം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.